വളരെ ചെറുപ്പത്തിൽ 50 വയസ്സ് തികയുന്നതിന് മുമ്പേ മരിച്ചുപോയ കവിയാണ്. ഇന്ന് വയലാർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ 100 വയസ്സ് തികഞ്ഞിട്ടുണ്ടാവില്ലെന്നർത്ഥം. ആ വളരെ ചെറിയ കാലഘട്ടത്തിനുള്ളിലാണ് കേരളത്തിന്റെ എല്ലാ കാലഘട്ടത്തിലെയും എല്ലാ വിഭാഗത്തിലെയും മനുഷ്യന്റെ അന്തർധാരയായിരിക്കുന്ന ഭാവുകത്വത്തെയും സാംസ്കാരിക അവബോധത്തെയും തത്വശാസ്ത്രത്തെയും രൂപപ്പെടുത്തിയത് തന്റെ കുറച്ച് കവിതകളിലൂടെ, കുറച്ച് പാട്ടുകളിലൂടെയാണ്. അത്തരത്തിൽ വയലാർ മലയാളിയും മലയാള ഭാഷയും ഹൃദയവുമുള്ള കാലത്തോളം മരിക്കില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു കവിത തന്നെ എനിക്ക് മരണമില്ല എന്നാണ്. അദ്ദേഹത്തിന്റെ പാട്ടിൽ പറഞ്ഞതുപോലെ അദ്ദേഹം വീണ്ടും വീണ്ടും ഇവിടെ ജന്മം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുവരെയുള്ള മനുഷ്യർ ദൈവവിശ്വാസത്തിന്റെ അടിമകളായിട്ട് വിധുവിശ്വാസത്തിൽപ്പെട്ടിട്ട് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്നും ഈ ജീവിതം നരകമാണെന്നും പാടിയിരുന്ന മനുഷ്യർ നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ ഈ നരകത്തിൽ തന്നെ കരകയറ്റിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭോ എന്ന് പാടുന്ന മനുഷ്യരോടാണ് ഇത് നരകമല്ല, ഈ നിത്യഹരിദയം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ, ചന്ദ്രികയുണ്ടോ, സ്വപ്നങ്ങളുണ്ടോ, സ്വർണ്ണമരാളങ്ങളുണ്ടോ എന്ന് പാടിയത്. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഈ പ്രകൃതിക്ക് സവിധാവിന് ഒരു പെറ്റീഷൻ കുറിച്ചിട്ടാ പോയത്. എന്താ പെറ്റീഷൻ? ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുന്നതിന്റെ എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്ന പാട്ടായിരുന്നു അത്. മനുഷ്യനായി ജനിച്ചുപോയി എന്ന് സ്വയം ശപിക്കുന്ന മനുഷ്യർക്കുള്ള മോട്ടിവേഷനായിരുന്നു. അതുകൊണ്ട് ഒരു ജന്മമല്ല, പല ജന്മമായിട്ട് വയലാർ വീണ്ടും വീണ്ടും ഇവിടെ ജനിക്കുകയാണ്. അദ്ദേഹം ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ ആ കവിതകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉദ്ഘാടക പറഞ്ഞു അദ്ദേഹത്തിന്റെ പാട്ടുകളാണ് മരണമില്ലാതെ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് പകരുന്നത്.